മഹാഗുരുശരണം. ഇന്ന് 14 മാർച്ച് 2025 എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയ്യയുടെ വിനീത നമസ്കാരം. ഇന്നിപ്പോൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയപ്പോൾ അവിടെ പുറത്തു നിന്ന ചേട്ടൻ തന്ന ഒരു ഫോട്ടോയാണിത്. ശ്രീ മഹാഗണപതി പഴവങ്ങാടി ടെമ്പിൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നതാണ്. അപ്പോൾ ഈ ചൈതന്യം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരിലേക്കും വന്നെത്തട്ടെ, അവരുടെ ജീവിതം സൗഭാഗ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സങ്കല്പം ചെയ്യുന്നു. അതുപോലെ ഇന്നലെ ഈ പൊങ്കാലയിടുന്ന സമയത്ത് അവിടെ കിട്ടിയ ആറ്റുകാലമ്മയുടെ ഒരു ഫോട്ടോയാണ്. പലരും കണ്ടിട്ട് ഇതിൽ എനർജി അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു, വിദേശത്തുള്ളവരൊക്കെ. തീർച്ചയായിട്ടും ഭയങ്കര എനർജി ആയിരുന്നു. കാര്യം അതെടുക്കുമ്പോൾ ആ വ്യക്തി പലർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു കാക്കി പാൻറ്റും വൈറ്റ് ബനിയനുമായിരുന്നു. അപ്പോൾ ഒഫീഷ്യൽ ഡ്യൂട്ടിയിലുള്ള ആളാണോ എന്താണെന്നറിയില്ല. അപ്പോൾ പലർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കും തന്നു. എനിക്കല്ല, നമ്മൾക്ക് തന്നു. നമുക്കാണത്, എനിക്കല്ല കേട്ടോ. ഞാനതിന് ഒരു കൈപ്പറ്റുന്ന ആൾ മാത്രം. അപ്പോൾ ആ ദേവിയുടെ നമ്മളെല്ലാം ദേവി തേടിയെത്ത പോലെ ഒരു ചേട്ടൻ വിദേശത്ത് നിന്ന് എന്നെ അറിയിച്ചു. അപ്പോൾ അത് കൈപ്പറ്റാൻ പറ്റി നിങ്ങൾക്ക് വേണ്ടി. കൂടാതെ ഇന്ന് രാവിലെ 8 മണിക്ക് പോയിട്ട് ആറ്റുകാലമ്മയുടെ ദർശനം ശ്രീകോവിലിൽ തൊഴാൻ പറ്റി. അവിടെ ചെന്ന് എല്ലാവർക്കും വേണ്ടി പലരും ആരോഗ്യ പ്രശ്നങ്ങൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട് കുട്ടികളുടെ വ്യക്തിപരമായിട്ട്. അപ്പോൾ എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടിയതനുസരിച്ച് 9 പുരുഷരൂപം, 9 സ്ത്രീരൂപം, 5 ആൺകുട്ടികളുടെ രൂപം, 5 പെൺകുട്ടികളുടെ രൂപം, ഇത്രയും അവിടെ കാണിക്ക സഹിതം സമർപ്പിച്ചു ആറ്റുകാലമ്മയോട്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, സത്സന്താന സൗഭാഗ്യം, ദരിദ്രാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാഭീഷ്ടവും നൽകണം. എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആറ്റുകാലമ്മയോട് പ്രാർത്ഥിച്ചു. അതുപോലെ അവിടെ നിന്നിട്ട് നമ്മൾ ചൊല്ലുന്നത് ഇത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബിക ഗൗരി നാരായണി നമോസ്തുതേ. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി ആയുർദേഹി ധനംദേഹി വിദ്യാന്തേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി ദേഹിമേ പരമേശ്വരി ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആ നടയിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു നിങ്ങളിൽ മൂലം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പല ആൾക്കാരും വ്യക്തിപരമായിട്ട് നേരിട്ടും ഗൂഗിൾ പേ വഴിക്കും എനിക്ക് കാണിക്ക അയച്ചു. അപ്പോൾ ഇത് കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇതുപോലെ തിരക്കുള്ളൊരു സ്ഥലത്ത് ആദ്യമായിട്ട് വരുമ്പോൾ ഇങ്ങനെ ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്. കാര്യം നിങ്ങൾ എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് സമർപ്പിക്കുക, വേറൊരാളെ അതിന് ചുമതലപ്പെടുത്താണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ ആൾ വ്യക്തിപരമായിട്ട് വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നേരിട്ട് വന്നിട്ട് ഞാനിങ്ങനെ ഇന്നടുത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തിരുപ്പതി പോകുമ്പോൾ സാധാരണ അവിടെ എന്താണെന്ന് വെച്ചാൽ എവിടെ കുണ്ടി എന്താണ് എവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. പല പ്രാവശ്യം പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു 40 വർഷത്തിന് മുകളിൽ തിരുപ്പതി അമ്പലത്തിൽ ദർശനം 40 തവണ കൂടുതൽ ദർശനം കണ്ടിട്ടുണ്ട്. 57 വയസ്സിനുള്ളിൽ മിക്കപ്പോഴും എല്ലാ വർഷവും എന്നുള്ള രീതി പോകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ കുഴപ്പമില്ല. ഈ പുതിയ അടുത്ത് പോകുമ്പോഴത്തേക്കും ദയവ് ചെയ്ത് ആരും ഒരു ഉത്തരവാദിത്വം ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കാണ്ടിരിക്കുക. കാര്യം പലരും തന്നു. ഇപ്പോൾ 500 അയച്ചവരുടെ 2 ദിവസമാണ് എൻ്റെ കയ്യിലെങ്കിലും ഞാൻ പലിശ സഹിതം 550 അടയ്ക്കുക. എൻ്റെ സ്വഭാവം അതാണ്. കാര്യം എന്താണെന്ന് പറയുക, വേറൊരാൾക്കെന്ന് പറഞ്ഞ ഒരു പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നമ്മൾ അതിൻ്റെ പലിശ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, ധാർമ്മിക ബാധ്യതയുണ്ട്. ചിലർ വ്യക്തിപരമായിട്ട് ഏൽപ്പിച്ചു, അതവിടെ ഇത് ചെയ്യാൻ പറഞ്ഞു. ദയവ് ചെയ്ത് മേലിൽ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക, അവിടെ പ്രാർത്ഥിക്കാൻ പറയുക. ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. കാര്യം ഇന്ന് എത്താൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു. അവിടെ എങ്ങനെയാണ് നട എന്താണെന്നറിയില്ല. അപ്പോൾ 2 പേര് തിരുവനന്തപുരത്ത് നിന്ന് 2 പേര് 2 ചേച്ചിമാരാണ് എനിക്ക് ഗൈഡൻസ് തന്നത്. ഇന്ന് പോയി നോക്കൂ, സുഖമായിട്ട് കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിറങ്ങുമ്പോൾ 9 മണിക്ക് കുത്തിയോട്ട കുട്ടികൾ ദേവിയായിട്ട് തിരിച്ചു വരുന്ന ഒരു ചടങ്ങായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഇറങ്ങണമെന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ നിന്നില്ല. അവിടെ നിന്ന് പിന്നെ ശക്തി വിനായകർ കോവിലിൽ പോയി, അവിടെ നിന്ന് പഴവങ്ങാടി ഗണപതി ടെമ്പിളിൽ പോയി, എല്ലായിടത്തും പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ശക്തി വിനായകർ കോവിലിൽ തേങ്ങയുടച്ച് പഴവങ്ങാടി ഗണപതിക്ക് ഇന്നലെ മിനിഞ്ഞാന്നുടച്ചു. ആറ്റുകാലമ്മയുടെ അവിടെ ഈ സങ്കല്പം കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവരിലും ദേവിയുടെ അനുഗ്രഹം, അല്ലെങ്കിൽ പഴവങ്ങാടി ഗണപതിയുടെ അനുഗ്രഹം, അല്ലെങ്കിൽ പാളയം ശക്തി വിനായകരുടെ അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടും ചിലർ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ല, ഞങ്ങൾ പ്രശ്നങ്ങളിലാണ്, അത് ഇതാണെന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് അല്ലാത്ത മെസ്സേജുകൾ ഇടുന്നു. അപ്പോൾ മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകുന്നു എന്താണെന്നെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതാരും ഫോളോ ചെയ്യാണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ മാത്രം ചിന്തിച്ചിരിക്കുകയാണ്. അന്ന് ആ പഴവങ്ങാടി പോകുന്ന തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം,
ഞങ്ങളെ അനുഗ്രഹിക്കാൻ ആ ദേവിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കും എന്ത് സന്തോഷമുണ്ട്. പക്ഷേ പലവിധ പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ദൈവം എന്ന് പറയുന്ന ശക്തി തഥാസ്തു 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 എന്ന് പറയുന്ന ഊർജ കിരണങ്ങളാണ് നമ്മളിലേക്ക് വിടുന്നത്. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇന്നിനി ഇവിടെ നിന്ന് നേരെ പോണത് തിരുവണ്ണാമലയ്ക്കാണ്. ബാംഗ്ലൂർ പോയി അവിടെ നിന്ന് തിരുവണ്ണാമലയിൽ പോകുന്നു. ഈ വീഡിയോ കണ്ട് യൂട്യൂബ് വന്നതിന് ശേഷം പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ്. അപ്പോൾ അവർ തിരുവണ്ണാമലയിൽ പോകുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അവരുടെ കൂടെ പോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് തിരുവണ്ണാമലയിൽ പോകുന്നു. ഞാൻ പറഞ്ഞിരുന്നു കുമാരി വൈഷ്ണവി സ്പെഷ്യൽ ചൈൽഡ്, ആ കുട്ടി തിരുവണ്ണാമല അഗ്നിലിംഗത്തെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടിപ്പോൾ ഒരു മാസം ആയോ എന്ന് അറിയില്ല. പക്ഷേ ആ സമയത്ത് തിരുവണ്ണാമല മഹാദേവർ അഗ്നിലിംഗേശ്വർ ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ അതിനവിടെ പോവുകയാണ്. ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. ദയവ് ചെയ്ത് ആരും അവിടെ എങ്ങനെയാണ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്നും ചുമതലകൾ ഏൽപ്പിക്കാണ്ടിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ എഴുതുക, വാട്സാപ്പ് അയക്കുക. ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, സങ്കല്പം ചെയ്യുക. അവിടെ ചെന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ട്. അവിടെ ഗിരിവലം ആകുന്നത്ര 14 കിലോമീറ്ററാണ് ഉള്ളതെന്ന് പറയുന്നു. സാധിക്കുമെങ്കിൽ നേരിട്ട്, ഇല്ലെങ്കിൽ ഒരു വാഹന സൗകര്യം വാങ്ങിയിട്ട് ഞാൻ ഗിരിവലം എടുക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി പിന്നെ നാളെ കാണാം. നാളെ ബാംഗ്ലൂരിൽ നിന്ന് തിരുവണ്ണാമല ഉച്ചയ്ക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. മറ്റന്നാൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ കൊല്ലത്ത് നിന്നുള്ള ഒരു ഫാമിലി എന്നെ വിളിച്ചതാണ്. അവർ ഇന്നോ മറ്റേ തിരുവണ്ണാമലയ്ക്ക് പോകുന്നു, ഇന്നലെ പോകുന്നു. പക്ഷേ അത് ആറ്റുകാൽ വരുന്നതുകൊണ്ട് നേരത്തെ അസൗകര്യം പറഞ്ഞു. അപ്പോഴാണ് വേറൊരു വിളി വന്നത്. അപ്പോൾ അത് എല്ലാം സൗഭാഗ്യം. നിങ്ങളിൽ നിന്നുള്ള ആ ഊർജ്ജ കിരണങ്ങളാണ് എന്നെ ഇതിനൊക്കെ ചുമതലപ്പെടുത്തുന്നുള്ള ഉത്തമബോധ്യമുണ്ട്. പക്ഷേ ദയവ് ചെയ്ത് ആരും ഇടാനായിട്ട് ചുമതലപ്പെടുത്താണ്ടിരിക്കുക. പക്ഷേ ഞാൻ പോകുന്നിടത്തെല്ലാം എല്ലാവർക്കും വേണ്ടി ഞാൻ സങ്കല്പം ചെയ്യും, യഥാശക്തി കാണിക്കയിടും. അത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്ന് തൽക്കാലം നിർത്തുന്നു. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലും എല്ലാ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാഭിഷ്ടം ഉണ്ടാകട്ടെ എന്നും എല്ലാവരുടെയും ജീവിതത്തിലും ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ഉദ്യോഗലബ്ധിയും ഉന്നത വിജയവും കിട്ടട്ടെ എന്നും ഉദ്യോഗലബ്ധി കിട്ടട്ടെ, ജീവിത വിജയം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ.